ഇനി വയനാട്ടിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ 62.23% നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനം. എന്താണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സംഭവിക്കുക നോക്കി ഏതൊക്കെ ഇടങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ഇനിയും നിരയിലുള്ളത് വോട്ട് ചെയ്യാനെന്ന് അറിയാം. വയനാട്ടിൽ നിന്നും ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു പുതിയ വിവരങ്ങളുമായി. സുർജിത്ത്, എനിക്ക് തോന്നുന്നു കൽപ്പറ്റ HIM UP സ്കൂളിലാണ് ഇപ്പോൾ സുർജിത്ത് ഉള്ളതെന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 73% പോളിംഗ് രേഖപ്പെടുത്തിയതാണ്. അന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചു വന്നതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി UDF വേണ്ടി മത്സരിക്കുന്നു. ഒരു റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകുന്നൊക്കെ പറയുമ്പോൾ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ 70-ലേക്ക് എത്തിയിട്ടില്ല പോളിംഗ് ശതമാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരു തിരിച്ചടിയാകുമോ UDF? അവർ ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്നുണ്ടല്ലോ അവിടെ. പ്രജിൻ, ഏത് കക്ഷിയുടെ വോട്ടുകളാണ് ചോർന്നിരിക്കുന്നത് അല്ലെങ്കിൽ പോൾ ചെയ്യാതിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. രാവിലെ മുതൽ തന്നെ പൊതുവെ ഈ ബൂത്തുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മന്ദഗതിയിലുള്ള പോളിംഗ് ആണ്. എവിടെയും ഒരു നീണ്ട നിരയും ഒരു ആളൊഴുക്കൊന്നും കാണാത്ത വിധത്തിലാണ്. പ്രചാരണത്തിലുണ്ടായ ഒരു ആവേശമോ അതൊന്നും ഈ പോളിംഗിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഇപ്പോൾ 62.23 ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് കുറയാനുള്ള സാധ്യതയാണ് മുന്നണികൾ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ HIM UP സ്കൂൾ എന്ന് പറയുന്ന കൽപ്പറ്റ നഗരത്തിൽ തന്നെ ഒരു ബൂത്താണ്. ഈ ബൂത്ത് നമുക്ക് കാണാം. ഒരാൾ പോലും, അതായത് വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ ഈ ബൂത്തിൽ ഉള്ളത്. ഇതാണ് ഒരു പൊതു ചിത്രം എന്ന് പറയുന്നത്. കാരണം മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പോലും ഈ മണ്ഡലങ്ങളുടെ കണക്കുകളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത് താഴെയുള്ള ഏറനാട് മണ്ഡലത്തിലാണ്. അതായത് 66.69 വോട്ട്. ഇപ്പോൾ ഭേദപ്പെട്ട ഒരു പോളിംഗ് എന്ന് പറയാവുന്നത് അവിടെ മാത്രമാണ്. മാനന്തവാടിയിലാണെങ്കിൽ 61.27%. സുൽത്താൻ ബത്തേരിയിൽ സമാനമായ രീതിയിൽ തന്നെ 60% പോളിംഗ് ഇതുവരെ ആയിട്ടുള്ളൂ. കൽപ്പറ്റയിൽ 62.81% നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ അല്പം ഭേദപ്പെട്ട പോളിംഗ് എന്ന് വിശേഷിപ്പിക്കാം. കാരണം 64% ഈ തിരുവമ്പാടിയുടെ പോളിംഗ് ശതമാനത്തിലുണ്ട്. നിലമ്പൂരിൽ അത് 59.72% പോളിംഗ് ആണ്. അതോടൊപ്പം തന്നെ വണ്ടൂരിലും സമാനമായ സ്ഥിതി കുറവാണ്. കാരണം 61.92% ഈ വണ്ടൂരിലെ പോളിംഗ് പെർസെൻറ്റേജ്. കാരണം ഇത് മൊത്തത്തിൽ ഒരു പോളിംഗ് മന്ദഗതിയിൽ എന്ന് വേണം പറയാൻ. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് പരിശോധിക്കുമ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ആരുടെ വോട്ടുകളാണ് ചോരുന്നത് അല്ലെങ്കിൽ ആരുടെ വോട്ടുകളാണ് പോൾ ചെയ്യാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് പൂർത്തിയായാൽ മാത്രമാണ് വ്യക്തത വരൂ. അത് LDF ആണോ UDF ആണോ അതോ BJP ആണോ ഈ ശതമാനം ബാധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഒരുപക്ഷെ ഈ പോളിംഗ് പൂർത്തിയാകേണ്ടി വരും. ഇനി അവസാന നിമിഷം ആണ് ഇനിയുള്ളത്. വിരലുണ്ടാവുന്ന സമയം മാത്രമാണ് ശേഷിക്കുന്നത്. അതായത് ഇനി ഏതാണ്ട് ഒരു 15-18 മിനിറ്റോളം മാത്രമാണ് പോളിംഗ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. വയനാട്ടിൽ ഏതാണ്ട് 62.23% എന്ന് പറയുമ്പോൾ ഒരു വലിയ കുറവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ UDF ഒക്കെ അവകാശപ്പെടുന്ന ഈ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ എത്രമാത്രം ശരിയുണ്ടാകും ഇത്തവണ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ അത് ആർക്കാണ് അനുകൂലമാവുക ആർക്കാണ് പ്രതികൂലമാവുക എന്ന് ഈ ഘട്ടത്തിൽ പറയുക വയ്യ. അത് പരിശോധിക്കുന്നുണ്ട് മുന്നണികൾ അവിടെ. മറ്റിടങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താം.